നല്ല ഒന്നാം തരം ചിക്കൻ തോരനും ആവി പറക്കുന്ന ചോറും കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും? എവിടെ നിന്ന് കഴിക്കുമെന്നല്ലേ വഴിയുണ്ട്. ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ പിന്നെ സ്ഥലം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് അഖിൽ ഷാ അൻസാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ഒരു കുഞ്ഞു കടയും ഒരുപാടേറെ ആരാധകരുള്ള അവിടുത്തെ ആ പ്രത്യേക വിഭവം നമുക്ക് കാണാം. തലസ്ഥാന നഗരിയിൽ നിന്ന് 25 കിലോമീറ്റർ ഇപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം, ആര്യനാടെന്ന മലയോര ഗ്രാമത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ചിക്കൻ തോരൻ ഉദ്ഭവിച്ച സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ. ആര്യനാട്ടുകാരിയായ ഗിരിജാമ്മ നടത്തുന്ന ഒരു കുഞ്ഞ് കട. ഉച്ചയ്ക്ക് തോരനും കൂട്ടി ഒരു ഊണ് പാസ്സാക്കാനുള്ള യാത്രയാണ് ഇന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുഞ്ഞു ഹോട്ടൽ. ഹോട്ടൽ ശംഭു ശങ്കരൻ എന്നാണ് പേര്. ഗിരിജാമ്മയുടെ ചെറുമക്കളുടെ പേരാണ് ശംഭുവും ശങ്കരനും. എന്തായാലും ഇപ്പോൾ ഇവിടെ ഗിരിജാമ്മയും ഭർത്താവ് തങ്കപ്പനും മകളും മരുമകനും ഒക്കെ ചേർന്നാണ് ഇത് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. പാചകത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഗിരിജാമ്മയും തങ്കപ്പൻ ചേട്ടനും ചേർന്ന് തുടങ്ങിയ ഊണുകട. തുടങ്ങുമ്പോൾ നിരവധി വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ചിക്കൻ തോരൻ എന്ന പുതുവിഭവം കൂടി പരീക്ഷിച്ചു. അത് വൻ വിജയമായി. ചിക്കൻ തോരൻ വാങ്ങാൻ മാത്രം ആളുകൾ ഒഴുകി. അങ്ങനെയാണ് കടയിൽ ഊണും തോരനും മാത്രമായി ചുരുക്കിയത്. ഈ തോരനും സലാഡും അച്ചാറും ഗ്രേവിയേ ഉള്ളൂ. ഇത്ര തന്നെ. ചോറും കപ്പയും ഇതേ ഉള്ളൂ. 100 രൂപ തോരൻ, 30 രൂപ ഊണ്. ആട്ടിറച്ചി ഉണ്ടായിരുന്നു, കാളയിറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചിലവ് കൂടുതലും ഈ കോഴി തോരനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ തോരനിലേക്ക് വന്നത്. 12 മണി തൊട്ട് 2-2:30 ആകുമ്പോൾ അങ്ങ് തീരും. വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അത് ചട്ടിയടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വഴറ്റുക. അത് കഴിഞ്ഞ് കുറച്ച് സവാളയും കൂടെ ഇട്ട് വഴറ്റി ഇറച്ചി ഇടും. വെന്തതിന് ശേഷം മല്ലി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് പിന്നെ ഇടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത് വിരവിയത് വാരി ഇട്ട് അത് കറക്റ്റായിട്ട് കിണ്ടിയെടുക്കുന്നതാണ് ഈ കോഴിത്തോരൻ. ഗിരിജാമ്മയെയും തങ്കപ്പൻ ചേട്ടനെയും പ്രായാധിക്യം കാര്യമായി ബാധിച്ചപ്പോൾ പാചകം ചെയ്യാൻ വയ്യാതെയായി. കഴിഞ്ഞ 5 വർഷമായി മകൻ സന്ധ്യയുടെ ഭർത്താവ് സതീഷാണ് പാചകം. സന്ധ്യയും ഒപ്പമുണ്ട്. പക്ഷേ രുചിക്കൂട്ട് ഗിരിജാമ്മയുടേത് തന്നെ. മാമിക്ക് വലുതായിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടയിൽ കയറിയിട്ട് ഒരു 5 വർഷമായി. എല്ലാവരും കൂടി തന്നെ 4 വെളിയിൽ ആൾക്കാരൊന്നുമില്ല. നമ്മൾ 4 കുടുംബക്കാർ. നല്ല ഭക്ഷണം കൊടുക്കുന്നു, ആൾക്കാർ തിരക്കി വരുന്നു. ഭക്ഷണം ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഭക്ഷണം നല്ലതാണ്. സ്ഥിരം വന്ന് കഴിക്കുന്നതാണ്. എൻ്റെ വീട് അടുത്താണ്. എന്നാലും നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തെ ക്വാളിറ്റി ഉള്ളത് കാരണം വല്ലപ്പോഴും പ്രധാന വെറൈറ്റി ആയിട്ട് ചിക്കൻ തോരനും ഈ സലാഡ്, അച്ചാറ് എല്ലാം നല്ല ഇതാണ്. നല്ല വിലയും കുറവാണ്. അതെ, ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. വരുന്നുണ്ട്. എവിടെയാ വീടൊക്കെ? ഇവിടെ അടുത്താണ്. ഒരു 3 കിലോമീറ്ററിനകത്ത്. ശരി. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് അറിയാം ഈ കടയിൽ? അറിയാം. നല്ല അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, കൂടെ ഈ ഒരു ചെറിയ കട,
കൊള്ളാം, അടിപൊളി, സൂപ്പർ. ചിക്കൻ തോരനാണ് മെയിൻ. അതില്ലാതെ ഈ കട ഓടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ചിക്കൻ തോരനും നല്ല ചൂട് ചമ്പാവരി ചോറും അച്ചാറും കപ്പയും സലാഡും ഒക്കെ ചേർത്തൊരു പിടി പിടിച്ചാൽ ഉഷാറാണ്. വെറും 130 രൂപയ്ക്ക് നല്ലൊരു ഊണും ചിക്കൻ തോരനും ഭീമൻ ലാഭം പ്രതീക്ഷിച്ചൊന്നുമല്ല ഈ കുടുംബം ആളുകൾക്ക് വിളമ്പുന്നത്. പക്ഷേ അന്നന്ന് ജീവിച്ചു പോകാൻ കഴിയുന്നതിൽ ഇവർ ഹാപ്പിയാണ്. കഴിച്ച ശേഷം ആളുകൾ പറയുന്ന നല്ല വാക്കുകൾ ഗിരിജാമ്മയെയും കുടുംബത്തെയും കൂടുതൽ ഹാപ്പിയാക്കുന്നു. ശംഭു ശങ്കരനിൽ നിന്ന് ചിക്കൻ തോരൻ്റെ രുചി ആര്യനാട്ടും തിരുവനന്തപുരത്താകെയും എത്തിയെന്നുള്ളതാണ് സത്യം. ആര്യനാട് കേന്ദ്രീകരിച്ച് ഇന്നുള്ളത് ചിക്കൻ തോരൻ വിളമ്പുന്ന നിരവധി ഹോട്ടലുകളും. ഇങ്ങനെ തിരുവനന്തപുരത്തിന് ഇനിയുമേറെയുണ്ട് പറയാൻ രുചിക്കൂട്ടുകളുടെ കഥ. അഭിലാഷ് തുഴങ്കോടിനും രാഹുലിനും ജിതിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അങ്ങനെ ഒരുപാട് പരസ്യമൊന്നുമില്ലാതെ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതായി മാറുന്ന ഒരു കട. ഇങ്ങനെയുള്ള ഒരുപാട് കടകൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുണ്ട്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങളതൊക്കെ സൂചിപ്പിക്കുക, നമ്മൾ അവിടേക്ക് കൂടി എത്തും. ഏതായാലും ഗിരിജാമ്മ പറയുന്നുണ്ട് വളരെ നിസ്സാരമായിട്ട് ചെറിയ ചില ഐറ്റംസേ ഉള്ളൂ, പക്ഷേ ആ ഒരൊറ്റ ഐറ്റം കോഴിത്തോരൻ അത് മതി ആ കടയുടെ പേര് ശംഭു ശങ്കരനെ ഫേമസ് ആക്കുന്നത് ആ കോഴിത്തോരനാണ്.